അടുത്തത് നമ്മളെ കേക്കിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഇപ്പം നമ്മൾ ഇതുവരെ കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ്, അങ്ങനത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മുടെ ചോക്ലേറ്റ്, മെല്ലോയുടെ ചോക്ലേറ്റ് ആണ്. ഇത് വൈറ്റ് ആണ്, വൈറ്റ് കോമ്പൗണ്ട് 500 ഗ്രാമിൻ്റെ മെല്ലോൻ്റെ ചോക്ലേറ്റ് ആണ്. വൈറ്റ് നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ആണ് ഇത്. അതേപോലെ തന്നെ നമ്മൾ മെലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ട്, ഇതിൽ തന്നെ വൈറ്റ് കോമ്പൗണ്ടും ഉണ്ട്. വൈറ്റ് കോമ്പൗണ്ട് ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് ആണ്, അതേ കളറാണ്. ഇത് വന്നിട്ടുള്ളത് എന്താ, ഇത് കണ്ടോ, ഡാർക്ക് കളറാണ്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചിൻ്റെ അതേ കളറാണ്. ഇത് 500 ഗ്രാമാണ്. മെലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഈ ചോക്ലേറ്റാണ് നമ്മുടെ കേക്കിലേക്ക് നമ്മൾ യൂസ് ചെയ്യുക. കേക്കിലേക്കാണ് ഡെക്കറേഷൻസും ഫില്ലിങ്ങും അതേപോലെ ഗനാഷും ഒക്കെ ചെയ്യുക ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളൊരു സംഭവമാണ് ക്രീം ചീസ്. ഇത് നമ്മളെ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ്, ഈ റെഡ് വെൽവെറ്റ് അതേപോലെ ഹണി കേക്കിലൊക്കെ നമ്മൾ ഉള്ളിൽ ഫില്ലിങ്ങും ഫ്രോസ്റ്റിംഗ് ഒക്കെ കൊടുക്കാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് ക്രീം ചീസ്. കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു ഇതാ കിട്ടുക കേട്ടോ, ബോക്സ് ആയിട്ടാണ് കിട്ടുക. 200 ഗ്രാമിൻ്റെ കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ബട്ടർ, അൺസാൾട്ടഡ് മിൽക്കിംഗ് മിസ്റ്റിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ്. ഞാൻ ഇതിങ്ങനെ ബോട്ടിലാക്കിയിട്ട് വെക്കാറാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതാ വിപ്പിംഗ് ക്രീം. ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമറിൻ്റെ, ഞാൻ ഫിയോണെ യൂസ് ചെയ്യാറുണ്ട്. ഈ ക്യാമറി വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ക്യാമറി പ്രീമിയം വിപ്പിംഗ് ക്രീമാണ്. ഇതുണ്ടല്ലേ, ഇത് 1 ലിറ്റർ കേട്ടോ. 1 kg ആണ്. ഇതുണ്ടല്ലേ 1 kg കേട്ടോ, 1 kg ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇതേപോലെയൊക്കെ ഞാൻ ബോട്ടിലാക്കിയിട്ടാണ് ഞാൻ വെക്കാറ്. കേക്കിൻ്റെ സാധനങ്ങൾ മാത്രം തനിച്ച് നമ്മൾ എപ്പോഴും എടുക്കാത്ത പോലെ ബോട്ടിലാക്കിയിട്ടാണ് വെക്കാറ്. സൺഫ്ലവർ ഓയിൽ യൂസ് ആക്കുന്നത്. പിന്നെ മുട്ട, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പോലത്തെ മുട്ട. പിന്നെ വന്നിട്ടുള്ളത് പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ പൊടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുക. അതേപോലെ മൈദ. പിന്നെ വന്നിട്ടുള്ള മൈദ, കണ്ടില്ലേ മൈദ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കേക്കിനായിട്ട് സെപ്പറേറ്റ് മൈദ മേടിക്കാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷേ എപ്പോഴും പഴക്കമില്ലാത്ത മൈദകൾ യൂസ് ചെയ്യും. നമ്മൾ ഈ വീടിൻ്റെ അടുത്തുള്ള ചെറിയ കടകളിലൊന്നും മേടിക്കാണ്ട് കൂടുതൽ ആൾക്കാർ കയറി ഇറങ്ങുന്ന ഷോപ്പിൽ നിന്ന് ഈ മൈദ പോലുള്ള സംഭവങ്ങൾ മേടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതാകുമ്പോൾ പഴയതൊന്നും നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവില്ല. അങ്ങനെ പഴക്കമുള്ള മൈദ ഒക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എടുക്കുന്ന അളവുകൾ കറക്റ്റ് ആയിക്കാരം. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒക്കെ കറക്റ്റ് ആയിക്കാരം. പക്ഷെ നമ്മൾ കേക്ക് ചെയ്ത് വരുമ്പോൾ അത് ഹാർഡായിട്ടുണ്ടാവും. പക്ഷെ അതെന്തേക്കാരം, നമ്മൾ മൈദ പഴകിയിട്ടുണ്ടാവും. അത് നമ്മൾ അറിയൂലല്ലോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ വന്നിട്ടുള്ളതാണ് വാനില എസൻസ്. ഒരുപാട് വിധമുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ടല്ലേ ബുഷിൻ്റെ വാനില എസൻസ്. വലുത് തന്നെയാണ് കേട്ടോ, കണ്ടില്ലേ വലുത്. 1.5 ലിറ്ററിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 500 ml വാനില എസൻസ്. കാരണം നമ്മൾ എല്ലാ കേക്ക് എടുത്താലും ഈ വാനില എസൻസ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു ബോട്ടിൽ മേടിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ കേക്കിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിങ്ങിന് കൊടുക്കുന്ന സംഭവങ്ങളാണ് ക്രഷ്, സ്ട്രോബെറി ക്രഷ്, അതേപോലെ മാംഗോ ഒക്കെ ഉണ്ട്. ഒക്കെ അവൈലബിൾ ആണ് ഇതുപോലുള്ള ക്രഷുകൾ. ഇത് നമ്മൾ ഒരു കേക്ക് പുറത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്യുന്നതാണ് ഈ സംഭവങ്ങൾ. പിന്നെ കൊക്കോ പൗഡർ. ഇതാണ് കൊക്കോ പൗഡർ. കൊക്കോ പൗഡറൊക്കെ നല്ല കമ്പനി നോക്കി മേടിക്കുക കേട്ടോ. ഇത് മാക്മാൻ എന്നുള്ള കമ്പനീൻ്റെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് നല്ല കൊക്കോ പൗഡർ കേട്ടോ, നല്ല കൊക്കോ പൗഡർ. ഇതേപോലെ ബേക്കേഴ്സിൻ്റെതും ഉണ്ടാവും. അടുത്ത് വന്നിട്ടുള്ളത് ബേക്കിംഗ് പൗഡറാണ്. ഞാൻ ഒക്കെ ലൂസ് മേടിച്ചിട്ട് ഇതേപോലെയുള്ള ഇരട്ടിയിട്ടായിട്ടുള്ള കുപ്പിയിൽ എയർ കിടക്കാണ്ട് നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഇതൊക്കെ കൊക്കോ പൗഡർ. അതേപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഈ അപ്പക്കാരം അങ്ങനെയൊക്കെ പറയില്ലേ, അതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ബേക്കിംഗ് സോഡ കേട്ടോ. പിന്നെ നമ്മളെ കേക്ക് ഡെക്കറേഷൻസിന് കൊടുക്കുന്ന ഇതാ കണ്ടില്ലേ, ഇത് സിൽവറിൻ്റെ ലീഫ്, ഗോൾഡൻ ലീഫ്, അതേപോലെ പേൾസ്, സിൽവറിൻ്റെ മുത്തുകൾ. പിന്നെ വന്നിട്ടുള്ളത് സ്പ്രേ കളർ. കേക്കിൽ യൂസ് ചെയ്യുന്ന സ്പ്രേ കളറാണ്. ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ സ്പ്രേ അടിച്ചിട്ട് യൂസ് ചെയ്യുന്ന കളറാട്ടോ, സ്പ്രേ കളറാണ്. നമ്മുടെ ഫ്ലവറൊക്കെ വെച്ചിട്ട് അതിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പ്രേ കളറാണ്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ, സ്പ്രേ കളറാട്ടോ. നമ്മൾ ഡയറക്റ്റ് കേക്കിൻ്റെ ക്രീമിൽ കളർ ചേർക്കാണ്ട് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്ന കളേഴ്സുകൾ. എല്ലാവർക്കും ഡൗട്ടുകൾ വരുന്ന ഒരു സംഭവമാണ് കേക്കിൽ എങ്ങനത്തെ കളേഴ്സുകളാണ് യൂസ് ചെയ്യേണ്ടത് എന്താട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് പ്രീമിയത്തിൻ്റെ ഐസിങ് ജെൽ കളറാണ്. ജെൽ കളേഴ്സ് യൂസ് ചെയ്യാതെ കണ്ടില്ലേ, ഫുഡ് ജെൽ കളറ്, ഇതൊക്കെ കളേഴ്സുകളാണ് കേട്ടോ, കളേഴ്സുകളാണ്. ഓറഞ്ച് ജെൽ ഫുഡ് കളറ്, പേർപ്പിള്, ഇങ്ങനെ ജെൽ കളേഴ്സ് യൂസ് ചെയ്യുക. ജെൽ കളേഴ്സ് അല്ലാത്ത ലിക്വിഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററിലേക്കാണ് ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് ലൂസായി പോകും. അതേപോലെ തന്നെയാണ് ക്രീമിലേക്കാണെന്നുണ്ടെങ്കിൽ ക്രീം ലൂസായി പോകും. അതുകൊണ്ട് ജെൽ കളേഴ്സിന് ചൂസ് ചെയ്യുക കേട്ടോ. ജെൽ കളേഴ്സിന് പ്രീമിയത്തിൻ്റെ, മാജിക്കിൻ്റെ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ എസെൻസ്, ടൈഗറിൻ്റെ എസെൻസ്, സ്ട്രോബെറി, പിസ്ത, ബട്ടർ സ്കോച്ച്, ഇങ്ങനത്തെ എസെൻസുകളും കിട്ടും മേടിക്കാൻ. ഇങ്ങനത്തത് മേടിക്കാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് 2 കാര്യമുണ്ട്. ഇതിൻ്റെ ഫ്ലേവറും വരും, നമ്മളെ സ്പഞ്ചിന് കളർ ചേഞ്ചും വരും. നോർമലി ഇതുപോലുള്ള ഇങ്ങനത്തെ ഒക്കെ എസെൻസ് മേടിച്ചാൽ ഫ്ലേവർ മാത്രം വരുള്ളൂ, കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു കേക്കിൽ യൂസ് ചെയ്യുന്ന കളേഴ്സും അതേപോലെ അതിൻ്റെ എസെൻസുകളൊക്കെ കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളൊരു കേക്കുകൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിത്ത് ഇൻഗ്രീഡിയൻസ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതേപോലെ ടൂൾസ്. ഇത്രയേ ഉള്ളൂ കേട്ടോ.